എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിതാ ഇപ്പോൾ രാമേശ്വരത്തിൻ്റെ ഇടവഴികളിലൂടെ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും പവിത്രവും ഐതിഹാസികവുമായ ക്ഷേത്രങ്ങളിലൊന്നായ തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള അവിശ്വസനീയമായ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതാണ് ഗൈസ് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ തന്നെ ക്ലോക്ക് റൂമും ഉണ്ട്, ചെപ്പൽ സ്റ്റാൻഡും ഉണ്ട്. ശിവൻ സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം മാത്രമല്ല, ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇത് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഇതിഹാസമായ രാമായണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ഇടനാഴികൾ പര്യവേക്ഷണം ചെയ്യുമ്പോഴും അതിന്റെ ആകർഷകമായ ചരിത്രത്തിലേക്ക് ഊളിയിടുമ്പോഴും ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷം അനുഭവിക്കുമ്പോഴും ഞങ്ങളോടൊപ്പം ചേരൂ. കൂടാതെ അതുല്യമായ ആചാരങ്ങളും അതിന്റെ 22 വിശുദ്ധ കിണറുകളുടെ പിന്നിലെ കഥയും മറ്റും ഞങ്ങൾ പങ്കിടും. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം ക്ഷേത്രം രാമനാഥ സ്വാമി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ശിവൻ സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യൻ പുരാണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതും ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ വലിയ പ്രാധാന്യമുള്ളതും 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ശിവന്റെ ഏറ്റവും വിശുദ്ധമായ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് രാമേശ്വരം രാമായണ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസുരരാജാവായ രാവണനുമായുള്ള യുദ്ധത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ശ്രീരാമൻ ശിവനെ ആരാധിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. സങ്കീർണമായ കൊത്തുപണികളും ലോകത്തിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ഇടനാഴികളുമുള്ള ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ മഹത്വം ദ്രാവിഡ കലയുടെ തെളിവായി നിലകൊള്ളുന്നു. 4 പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രയായ ചാർധാം യാത്രയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ രാമേശ്വരം ക്ഷേത്രം സന്ദർശിക്കുന്നു. 22 വിശുദ്ധ കിണറുകൾക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ഓരോന്നിനും വെള്ളമുണ്ട്. അവയ്ക്ക് പ്രത്യേക രുചിയും ആത്മീയ പ്രാധാന്യവുമുണ്ടെന്ന് പറയപ്പെടുന്നു. സ്കന്ദപുരാണം അനുസരിച്ച് അവയിൽ 24 പ്രധാനമാണ്. ഈ തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് രാമേശ്വരത്തേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന വശമാണ്. ഇത് തപസ്സിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. 22 തീർത്ഥങ്ങൾ രാമനാഥ സ്വാമി ക്ഷേത്രത്തിനുള്ളിലാണ്. 22 എന്ന സംഖ്യ രാമന്റെ ആവനാഴിയിലെ 22 അമ്പുകളെ സൂചിപ്പിക്കുന്നു. ചരിത്രപരവും പുരാണപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യമുള്ള രാമേശ്വരം ക്ഷേത്രം ഇന്ത്യയിലെ ഭക്തിയുടെയും ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമാണ്. ഞങ്ങൾ ലക്കിയാണ് ഗൈസ്. പുറത്ത് നല്ല മഴയാണ്. ഇത് കണ്ടില്ലേ, പുറത്ത് നല്ല മഴ പെയ്യാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അമ്പലത്തിനകത്താണ്. എങ്ങനെയുണ്ട് അഞ്ജലി രാമേശ്വരം ടെമ്പിൾ? रामेश्वरम टेम्पल एक्सप्लोर करने को। हाउ इज इट? हाँ, यहाँ पे मैंने माला लिया, देखिए. डू आई फील लाइक राजा राजा? അഞ്ജലി ഒരു മാല വാങ്ങിച്ചു, ഞാനും ഒരു മാല വാങ്ങിച്ചു, പിന്നെ ഒരു ശംഖും വാങ്ങിച്ചു. ശംഖ് വാങ്ങിച്ചു. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ടെമ്പിൾ ദർശനം കഴിഞ്ഞ് പുറത്തിരിക്കുകയാണ് കുറച്ച് നേരം. ഇവിടെ തീർത്ഥത്തിൽ കുളിക്കണ്ടേ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, തീർത്ഥത്തിലെല്ലാം കുളിച്ചതിന് ശേഷം നിർബന്ധമില്ല പോയി പ്രാർത്ഥിക്കണമെന്ന്. ആദ്യം നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം, എന്നിട്ട് തീർത്ഥത്തിലെല്ലാം കുളിക്കാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ബട്ട് സയൻറ്റിഫിക്കലി എന്താ പറയുക, തിരിച്ചു വേണം ചെയ്യാനായിട്ട്. സ്റ്റാൻഡേർഡ് റിച്വൽ യു ഷുഡ് ടേക്ക് ബാത്ത് ഇൻ ദാറ്റ് കുണ്ട്, റൈറ്റ്? കുണ്ട്, തീർത്ഥം. So as per ritual you should take bath in that kund and then you should go for the darshanam after changing your wet clothes. But nowadays it is as per the convenience. You can come and go for darshan and then you can go for teetham. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സൗത്ത് ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾ സൗത്ത് ഗേറ്റിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം എവിടെയാണെന്ന്. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും അകത്ത് പോകാം അമ്പലത്തിൻ്റെ അകത്ത്, എന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ രാമേശ്വരം ടെമ്പിൾ എല്ലാം പോയത് ഇപ്പോൾ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ആക്ച്വലി ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ ടെമ്പിളിനകത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും രാമേശ്വരം ടെമ്പിൾ ഒത്തിരി ഫേമസ് ആണ്. അപ്പോൾ 12 ജ്യോതിർലിംഗാസ്, അതിലൊരു ജ്യോതിർലിംഗയാണ് രാമേശ്വരം ടെമ്പിൾ. അതുമല്ലാതെ 4 ഡാം എന്നും പറയും, അതിലൊരു ഡാമാണ് രാമേശ്വരം. അപ്പോൾ അത്ര ഫേമസ് ടെമ്പിളാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ആ ടെമ്പിളിനകത്തായിരുന്നു. ആ ടെമ്പിളിൻ്റെ എനർജി മുഴുവൻ അബ്സർവ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി രാവിലെ 11 മണിക്ക് അമ്പലത്തിലേക്ക് പോയാണ്. ഓക്കെ, അമ്പലത്തിൽ 11 മണിക്ക് പോയി 1 മണി വരെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്പലം അടച്ചു. എന്താ പറയുക, അത് കഴിഞ്ഞിട്ടാണ്
എന്നിട്ടാണ് എന്താ പറയുക ആ തീർത്ഥങ്ങളില്ലേ, ഇപ്പം 22 തീർത്ഥങ്ങളുണ്ട്. ആ 22 തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് പിന്നെ 3 മണിക്ക് ഓപ്പൺ ചെയ്യുമായിരുന്നുള്ളൂ, 3 മണി ടു 7 മണി വരെ. അപ്പോൾ ഞങ്ങൾ ഇത് ടെമ്പിളിനകത്ത് തന്നെ ഇരുന്നു നല്ല ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഒരു സൊവിനിയേഴ്സ് പോലെ ഒരു 2 മാല വാങ്ങിച്ചു, ഒരു പേളിൻ്റെ മാല വാങ്ങിച്ചു, ശംഖ് വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, ടെമ്പിളിനകത്ത് തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ 3 മണിക്ക് ടെമ്പിൾ തുറന്നപ്പോഴത്തേക്കും ആരും ഇല്ലായിരുന്നു. Very few people were around the temple people and ourselves. ഇറ്റ് വാസ് വെരി പീസ്ഫുൾ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ആ ടെമ്പിളിനകത്ത് തന്നെ ആയിരുന്നു. പിന്നെ 3 മണിക്ക് എന്താ പറയുക ടിക്കറ്റ് കൗണ്ടർ തുറന്നു. 25 രൂപയാണ്, നിങ്ങൾ കണ്ടു കാണും അതെല്ലാം, 25 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ തുറന്നു. ഞങ്ങൾ ആ ടിക്കറ്റ് 2 പേർക്ക് എടുത്തു. എന്നിട്ടാണ് തീർത്ഥങ്ങളിൽ കുളിക്കാൻ പോയത്. 22 തീർത്ഥമുണ്ട്. അപ്പോൾ എന്താ ഓരോ തീർത്ഥവും ഓരോ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ തീർത്ഥത്തിൻ്റെ എല്ലാം പേര് ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. മൊത്തം വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല അതിൻ്റെ അകത്ത് നടന്ന്, കാരണം എന്താ ലൈക്ക് മൊത്തം വെള്ളം ഒഴിക്കും ദേഹത്ത്, ലിറ്ററലി ബോഡിയിൽ നല്ല വൃത്തി വെള്ളം ഒഴിക്കും. അപ്പോൾ മൊബൈലെല്ലാം വെറ്റാവും. അപ്പോൾ ഞാൻ GoProയിൽ വീഡിയോ എടുത്തു, എൻ്റെ ഒരു പഴയ മൊബൈലിൽ ഫോട്ടോ എടുത്തു, കാരണം ഈ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു എനിക്ക് അകത്തേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും another advantage was that we got sufficient time to explore the entire temple. Actually, this temple is very big. So each and every corner, like some other god or goddesses are there. So we got a chance to see all those, and even we got a chance to see the Shivling that Hanuman has got from Kailash. One more thing I wanted to mention is like this temple is very huge and has a very great significance, historical significance. But the way this temple is maintained, that is very disappointing. Actually, like many of the places we found that like idols were not neat, the place was not neat. It's not that clean. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മൾ ദൈവത്തിന് വയ്ക്കുന്ന സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയില്ലേ, ആ ഒരു സ്ഥലത്തിൻ്റെ അകത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചെയർ ഇങ്ങനെയൊക്കെ വയ്ക്കാൻ പറയാറുണ്ടോ? അതല്ല എന്താ പറയുക, എല്ലാം സ്റ്റോറേജ് പോലെ അടുക്കി കൂട്ടിയിട്ടിരിക്കുന്നു, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അത് കാണുമ്പോഴത്തേക്കും ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഹിസ്റ്റോറിക്കലും കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വയ്ക്കാൻ പാടില്ല. സത്യം പറയാം, ഞാൻ കേരളത്തിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ടെമ്പിളൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്ത് ഡിഫറൻ്റ് ആണ് ആക്ച്വലി. 100 ഇതിനേക്കാളും ഇൻറ്റു 5 ആളുകൾ ഗുരുവായൂർ ടെമ്പിൾ വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ബെറ്റർ വേ, ഇതിനേക്കാളും 100% ബെറ്റർ വേയിലാണ് ഗുരുവായൂർ ടെമ്പിൾ ഇരിക്കുന്നത്. അപ്പം എന്തെന്നറിയില്ല, ഇവിടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ ഇങ്ങനെയാണ് സാർ, ഒരു ഓപ്ഷനും ഇല്ല. അത് മലയാളികളാണ്. ഓക്കെ, മലയാളികൾ വർക്ക് ചെയ്യുന്ന മലയാളിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുറച്ച് കറപ്ഷനും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താ ഓരോ തീർത്ഥത്തിൽ പോകുമ്പോഴേക്കും പൈസ ചോദിച്ചു വാങ്ങും. ഞാൻ എന്താ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ എടുത്തു. ഓക്കെ, ബൈ മിസ്റ്റേക്കിന് 20 റുപ്പീസ് പുറത്തു വന്നു. അപ്പം ആ 20 രൂപ കണ്ടിട്ട് അത് ചോദിച്ചു വാങ്ങിച്ചു അവിടുത്തെ ഒരു പൂജാരി. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. എസ്പെഷ്യലി ടൂറിസ്റ്റ് ഓറിയൻറ്റഡ് സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഇതെല്ലാം മനസ്സിൽ കരുതുക. എന്താ പറയുക, കുറച്ച് ഒരു മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വരിക. കാരണം നമ്മളൊരു അടിപൊളി ട്രിപ്പിനായിട്ടല്ല പോകുന്ന, ഒരു പിൽഗ്രിമേജ് ടൂറാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം നമ്മുടെ ഇടയിൽ. We went to that Lakshman Tirtham also. There half of the temple was been given for restaurant purpose. Like people can come and have food and they were washing hands and all stuff. ആ കൈ കഴുകുന്ന വെള്ളം പോകുന്നത് ലക്ഷ്മൺ തീർത്ഥത്തിലേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ തീർത്ഥം another worst example is like you will see that Ujjaini Mahakali Devi temple is there, which is opposite to Rameshwaram temple near Agni Tirtham. That is one of the 8 goddesses who protects this Rameshwaram island. So inside that temple we went. It was like a storage room. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ. അപ്പോൾ എന്ത് പറയാം, കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ആക്ച്വലി to be honest, in Kerala, whichever temple I have gone, it's very neat, very well maintained. The things which are required for that temple, that is there. But here it was like storage thing. There only like ഭഗവാന്റെ വാല്യൂ ഇല്ലേ, have been created in the nearby തൊട്ടടുത്ത് ലൈക്ക് ജസ്റ്റ് നിയർ ബൈ ടു ടെമ്പിൾ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇതെല്ലാം മനസ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് വരിക. എന്താ പറയുക, ഒരു പിൽഗ്രിമേജ് സ്ഥലമാണ്, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വരിക. ബട്ട് എന്തു പറഞ്ഞാലും എന്താ ആ ടെമ്പിളിനകത്തുള്ള മെയിൻ ജ്യോതിർലിംഗം നല്ല പവർഫുള്ളാണ്. സമയമെടുത്ത് നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുക. എന്താ പറയുക, 2 ടിക്കറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. 100 റുപ്പീസിന് ടിക്കറ്റ് ഉണ്ട്, 200 റുപ്പീസിനുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ദർശനം ഉണ്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ 200 റുപ്പീസ് എല്ലാം എന്താ പറയുക പൈസക്ക് അനുസരിച്ചാണ്. അപ്പോൾ മുന്നിൽ നിന്ന് ഭഗവാന്റെ ജസ്റ്റ് മുന്നിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു പ്രിഫറൻസ് പോലെ. അത് കഴിഞ്ഞ് എന്താ പറയുക 100 റുപ്പീസ് ഉണ്ട്. 100 റുപ്പീസ് നമ്മുടെ പിറകിൽ നിന്നൊരു ക്യൂ ഉണ്ട്. പിറകിലൊരു എന്താ പറയുക ഇതുപോലെ ലൈനിൽ പോകും.
പിന്നെ ഫ്രീ ദർശൻ അത് അതിന് പുറകിലായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യം പോയത് 200 രൂപയുടെ ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ ജസ്റ്റ് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങൾ എന്താ പറയുക തീർത്ഥമെല്ലാം ബോഡിയിൽ ഒഴിച്ചതിന് ശേഷം 22 കുളത്തിൽ കുളിച്ച് 22 തീർത്ഥങ്ങളിൽ കുളിച്ചതിന് ശേഷം പിന്നെ പോയപ്പോൾ ഫ്രീ ദർശനത്തിൽ പോയി. കാരണം 200 റുപ്പീസിന്റെ സ്പെഷ്യൽ ദർശനത്തിന്റെ ക്യൂ കൂടുതലായിരുന്നു. ഫ്രീ ദർശനത്തിന് ആഴ്ചയിൽ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ 3 ദിവസത്തെ രാമേശ്വരം ട്രിപ്പ് എന്താ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. എന്താ പറയുക ഒത്തിരി വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്വന്തം കാറിൽ ഓട്ടിച്ച് രാമേശ്വരം, ധനുഷ്കോടി ഇതെല്ലാം വന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും രാമേശ്വരം ട്രിപ്പും ഞങ്ങളുടെ കന്യാകുമാരി ട്രിപ്പും മധുരൈ ട്രിപ്പും സുചീന്ദ്രം ഇതെല്ലാം പോയതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. നാളത്തെ പ്ലാനാണ് ഞങ്ങൾ നാളെ എന്താ പറയുക രാമേശ്വരത്തും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. അപ്പോൾ പോകുന്ന വഴി നിങ്ങൾക്ക് പാമ്പൻ പാലം അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ സൗത്ത് ഇന്ത്യൻ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ തമിഴ്നാട് എക്സ്പ്ലോറേഷൻ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വ്ലോഗ്സ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Shubhratri.